നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞിയിൽ തൂവൽ സ്പർശം എന്ന പേരിൽ പഞ്ചായത്തിന്റെ കീഴിൽ സ്വാന്തന പരിചരണത്തിലുള്ള രോഗികളുടെയും അവരുടെ കുടുംബത്തിന്റെയും സംഗമം നടന്നു. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ കല്ലാനി ഇലഞ്ഞിപ്പള്ളി പാരിഷ് ഹാളിൽ നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷേർലി ജോയ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽസി ടോമി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മാജി സന്തോഷ്, ജിനി ജിജോയ്, ഇലഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ മോഹൻദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ്, ജോർജ് ചമ്പമല, സുരേഷ് ജോസഫ്, സുമോൻ ചെല്ലപ്പൻ, സന്തോഷ് കോരപ്പിള്ള, സുജിത സദൻ, സിറിൽ പാറാളി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ പാലിയേറ്റീവ് കുടുംബസംഘം ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. സുഖമില്ലാത്തവര്, കിടപ്പ് രോഗികൾ, തന്നെത്താൻ അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പില്ലാത്തവർ, അങ്ങനെയുള്ള പാലിയേറ്റീവ് രോഗികൾ നമ്മുടെ ഇലഞ്ഞി പഞ്ചായത്തിൽ എല്ലാ വാർഡിലും ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും കൂടെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കില്ലാത്തതിനാൽ അവരുടെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത്. അപ്പം അവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് നമ്മുടേതായ ഒരു സ്നേഹസ്പർശം, സാന്ത്വനം എന്നുള്ള തൂവൽ സ്പർശം എന്ന പേരിൽ നമ്മളൊരു സാന്ത്വനം എന്നുള്ള ഇതിലേക്കായിട്ടാണ് ഓരോരുത്തർക്കും ഗിഫ്റ്റും കൊടുത്ത് എല്ലാവരെയും ഒരു സംഗമത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനിക്കുകയും നമ്മുടെ പാലിയേറ്റീവ് യൂണിറ്റിന് നമ്മൾ തൂവൽ സ്പർശം എന്ന പേര് നൽകി അവർക്ക് ഒരു സന്തോഷം പങ്കിടണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടുകൂടി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ഈ തൂവൽ സ്പർശം പരിപാടി. നമുക്കറിയാം, ഡോക്ടറുടെ സൂചിപ്പിച്ചതുപോലെ 250ഓളം കിടപ്പ് രോഗികൾ, പാലിയേറ്റീവ് കെയർ സ്വീകരിക്കുന്നവർ 250ഓളം പേരുണ്ട്. അതിൽ 130ഓളം പേര് തീർത്തും കിടപ്പ് രോഗികളാണ്. പിന്നെ ബാക്കിയുള്ളവർക്കും ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഈ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചപ്പോൾ ഭരണസമിതി മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യം, ഒത്തിരി പേര് ചെറുതും വലുതുമായ അസുഖങ്ങളാൽ വേദനിക്കുന്നവരുണ്ട്. അവർക്ക് ഒരു കൈത്താങ്ങായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം രോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഇല്ലെങ്കിൽ ഡയപ്പർ പോലെയുള്ള കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരിയേറെ പേര് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരിധിക്കുള്ളിലുണ്ട്. നമ്മുടെ പാലിയേറ്റീവ് കെയർ വളരെ ഭംഗിയായിട്ടുള്ളത് മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് നല്ല നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. 250ഓളം പേഷ്യൻ്റാണ് നമ്മുടെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ഈ പാലിയേറ്റീവ് കെയർ ഉള്ളത്. അതിൽ 130 കിടപ്പ് രോഗികളാണ്. കൃത്യമായ പരിചരണം അവർക്ക്. ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായ ഒരു വിളിപ്പുറത്ത് ഒറ്റ വാക്ക് വിളിച്ചോ പെട്ടെന്നൊരു ട്യൂബ് മാറ്റണം, പേഷ്യൻറ്റിന് ഇച്ചിരി പ്രശ്നമുണ്ട്, വേദനയുണ്ട് പറയും. അത് വേറെ ഒരു ദിക്കിലായിരുന്ന അവരെ ഞാൻ വിളിച്ച് പറഞ്ഞ വിധി 1 അവറിന് മുമ്പായിട്ട് വീട്ടിൽ ചെന്ന് ആ ട്യൂബ് മാറ്റുകയും അപ്പം തന്നെ ആ പേഷ്യൻ്റ് വിളിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പേഷ്യൻ്റായിരുന്നു. അപ്പം തന്നെ ട്യൂബ് മാറ്റി. അതുപോലെ എന്ത് കാര്യത്തിലും, ഏത് കാര്യത്തിലൊരു പേഷ്യൻറ്റിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് അത് സിസ്റ്ററിൻ്റെ പ്രത്യേക ഈ യോഗത്തെ പ്രത്യേകം അവരുടെ പ്രത്യേക അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു.
വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.